AK സ്റ്റെഫിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, നമ്മൾ വിചാരിച്ചു ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെയല്ലേ? അങ്ങ് കൊച്ചി പ്രദേശത്തേക്ക് പോയിട്ടുണ്ടോ? പൂജ, ഇപ്പോൾ ഏതായാലും ഒടുവിൽ അവർ നൽകുന്ന വിവരം അനുസരിച്ച് ഇവരുടെ കൊച്ചി വൈറ്റിലയിലെ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ഏജന്റ് അദ്ദേഹം വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഭഗവതി ലോട്ടറി കടയിൽ ഇപ്പോൾ വലിയ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഒന്നാം സമ്മാനം ഇങ്ങോട്ടേക്ക് വരുന്നു. 7ാം തവണയാണ് ഓണം ബമ്പർ ഭഗവതിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ലഡുവൊക്കെ ഏതായാലും വിതരണം ചെയ്യുകയാണ്. എനിക്കും കിട്ടി, ഏതായാലും ആ ഒരു മധുരം കിട്ടിയിട്ടുണ്ട്. ഭാഗ്യശാലിക്ക് ഇനി മധുരത്തിൻ്റെ ദിവസങ്ങളാണ് ഏതായാലും ഇനി വരാനിരിക്കുന്നത്. വലിയ ആഘോഷമാണ്. കൂടുതൽ ആളുകൾ ഭഗവതി ലോട്ടറി ഏജൻസിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെയാണോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ആണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. വലിയ ആഘോഷം ഏതായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ഇവർ ഉറപ്പിച്ച് പറയുന്നത്, കൊച്ചിയിലെ ഇവരുടെ അത് കൺഫേം ആയല്ലോ അല്ലേ? വൈറ്റിലയിൽ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഹോൾസെയിലിൽ നിന്ന് കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയ ടിക്കറ്റാണോ? പക്ഷേ അത് എവിടെയാണ്, ആർക്കാണ് അടിച്ചതെന്നൊക്കെ കൂടുതൽ ഇനി വ്യക്തത ഏതായാലും വരേണ്ടതുണ്ട്. കാരണം കൊച്ചി വൈറ്റില എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വരുന്നതാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നതാണ്. അവിടെ ആരൊക്കെ ഒരുപാട് പേർ വരും. അതുകൊണ്ട് തന്നെ ആരാ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയി, എങ്ങോട്ടേക്കാണ് ടിക്കറ്റ് ഭാഗ്യം എത്തിയത്, മലയാളിക്കാണോ അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കണ്ടതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നുള്ള ആളുകൾക്കാണോ എന്നുള്ളതൊക്കെ അറിയണം. ഏതായാലും പൊടിച്ച കച്ചവടമായിരുന്നു ഇപ്രാവശ്യം ഓണം ബമ്പറിനത് നടന്നത് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് ഇവിടെ തന്നെ കാണാം, ബമ്പർ ക്ലോസ്, അതായത് ഒറ്റ ടിക്കറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടിക്കറ്റും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ കാണുന്നതെല്ലാം ഓണം ബമ്പർ നിറഞ്ഞിരുന്ന സ്ഥലമാണെങ്കിൽ ഈ നറുക്കെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലെല്ലാം വലിയ കച്ചവടമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ടിക്കറ്റ് തീർന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഒരു ഭാഗ്യം ഇനി വരുമ്പോൾ ഇനിയും അടുത്ത പൂജ ബമ്പർ വരുന്നു. അപ്പോൾ ഇനി കൂടുതൽ കച്ചവടം ഒന്ന് പൊടി പിടിക്കുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇനി ഇപ്പോൾ പ്രാവശ്യം കിട്ടുന്ന അടുത്ത പ്രാവശ്യം ഇനി ഇതിൻ്റെ ഇരട്ടി ടിക്കറ്റ് പോകും, ഉറപ്പായിട്ട് പോകും. നമ്മൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം തുടങ്ങി കഴിഞ്ഞു. എന്തായാലും അത്രയും കസ്റ്റമർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിലുണ്ടാകണം, ടിക്കറ്റ് നേരത്തെ എടുത്ത് വെക്കണം, അങ്ങനെ കുറേ പണി നമുക്കുണ്ട്. ഇപ്രാവശ്യം എത്ര ടിക്കറ്റ് എടുത്തിരുന്നു നിങ്ങൾ? കൃത്യമായ കണക്കറിയില്ല. നമ്മുടെ കൗണ്ടറിൽ തന്നെ 10 രൂപ ടിക്കറ്റ് മുകളിൽ കൗണ്ടറിൽ പോയിരുന്നു. അല്ലെങ്കിൽ സാധാരണ കൗണ്ടറിലൊക്കെ ഒരു 5000, 2000, 3000 ടിക്കറ്റ് പോകത്തുള്ളൂ. നമ്മുടെ ഓണം ബമ്പറൊക്കെ അടിച്ചതിന് ശേഷം ഇങ്ങനെ തിരക്കി വരുന്നൊരു പതിവുണ്ടോ ഭഗവതിയിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി? അതെ, കാരണം തിരക്കി വരുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് കൊടുത്ത ഒരാളെ അന്വേഷിച്ച് വരാറുണ്ടെങ്കിൽ അനുവിന് കൊടുത്ത ആൾ അന്വേഷിച്ചിട്ട് പുള്ളിക്കാരൻ അടിച്ചല്ലോ, എനിക്കും അടിക്കട്ടെ എടുക്കാറുണ്ട്. അതൊക്കെ അല്ല ഭാഗ്യങ്ങളല്ലേ. പുള്ളിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടിച്ചു. അടുത്ത ഇന്നത്തെ ഭാഗ്യം എറണാകുളത്തുള്ള ആർക്കുമാണ്, അടിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ആർക്കാണ് ഭാഗ്യം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചിലപ്പോൾ ഒരുപക്ഷെ എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് തന്നോ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള ആളോ എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അതെ, ഇപ്പോൾ ആ സാഹചര്യം, പഴയ സാഹചര്യം മാറി. പണ്ടൊക്കെ നമ്മൾ തിരുവനന്തപുരം ടിക്കറ്റ് മാത്രം വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ സാഹചര്യം മാറി. ഇപ്പോൾ എല്ലാ ജില്ലാ ടിക്കറ്റും കവർ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 14 ജില്ലാ ടിക്കറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എറണാകുളത്തുകാർ ട്രിവാൻഡ്രം ടിക്കറ്റ് കവർ ചെയ്തപ്പോൾ അതിൽ കൂടെ പോയി ടിക്കറ്റാണ് ആദ്യം പറഞ്ഞത്. ശരി, എങ്ങനെയാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ വരുന്ന ആളാണോ, എങ്ങനെയാണ്? അല്ല, ശരി, ഓക്കെ. ഏതായാലും വലിയ തമിഴ് എടുക്കാറുണ്ടോ? ടിക്കറ്റ് എടുക്കാറുണ്ടോ? ഇവിടുന്ന് എടുക്കാറുണ്ടോ? ശരി.